മൗദൂദിയുടെ ആശയം പണിയുന്നത് തന്നെ ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലെ ആയത്താണ്. ആയത്തിൽ ഭൂമിയിലേക്ക് ഞാനൊരു ഖലീഫയെ നിശ്ചയിക്കുന്നു എന്ന് പറഞ്ഞ ആയത്തിന് ലോകത്തൊരു മുഫസ്സിറും പറയാത്ത വ്യാഖ്യാനാണ് ഖലീഫത്തുല്ലാഹി ഫിൽ അർള് എന്നത്. ഇസ്ലാമല്ലാത്ത ശരീഅത്ത് അനുസരിച്ചിട്ട് നിയമനിർമ്മാണം നടത്താത്ത സാമൂഹിക വ്യവസ്ഥകൾ. ശരിക്കും ഒരു ഇതായിട്ട് പറഞ്ഞാൽ മനുഷ്യനെ ഇങ്ങോട്ട് പറഞ്ഞത് ഭരിക്കാൻ വേണ്ടിയിട്ടാണ്. ആണ് പടച്ചോന് വേണ്ടി ഭരണം പിടിക്കാം. അതാണ് അദ്ദേഹത്തിന്റെ തിയറി എന്നതാണ്. ആ തിയറി തിരുത്താതെ വേറെ എന്ത് പെയിന്റ് അടിച്ചിട്ടും കാര്യമില്ല. നമ്മൾ സാധാരണ പറയുമല്ലോ ഐസുമ പെയിന്റ് അടിച്ച പോലെ ഓരോ പെയിന്റ് അടിക്കും തോറും ഐസ് ഉരുകുന്നതിനനുസരിച്ച് പെയിന്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നിൽക്കൂല പെയിന്റ്. കാരണം ഈ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസിലതാണ്, അടിസ്ഥാനം അതാണ്. മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത് നിലവിലെ എല്ലാ വ്യവസ്ഥകളും, ദേശീയ ജനാധിപത്യം ആകട്ടെ, മതനിരപേക്ഷ ജനാധിപത്യം ആകട്ടെ, പാശ്ചാത്യൻ ഡെമോക്രസി ആകട്ടെ, കമ്മ്യൂണിസം ആകട്ടെ, ക്യാപിറ്റലിസം ആകട്ടെ, ഏത് വിഷയത്തിലുള്ള രാജഭരണമാകട്ടെ, എന്ത് വിഷയത്തിലുള്ള സാധനം അത് ഒരു സ്റ്റേറ്റിൽ നിലനിൽക്കുകയാണെങ്കിൽ ഇസ്ലാം അവിടെ ഉണ്ടാവില്ല. ഇസ്ലാം നിലനിൽക്കുകയാണെങ്കിൽ ആ സാധനങ്ങൾ ഉണ്ടാവില്ല. ഇതാണ് മൗദൂദി. മൗദൂദി എഴുതിയത് തന്നെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. മൗദൂദി സാഹിബ് ഖുത്തുബാത്ത് പേജ് 111 അദ്ദേഹം ഇതാ: മറ്റെല്ലാ ദീനുകളെ പോലെ ഈ ദീനും പറയുന്നു. മറ്റെല്ലാ ദീനും എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന ദീന് ജനാധിപത്യം, ലൈസങ്ങൾ, കമ്മ്യൂണിസ്റ്റ്, ഇതൊക്കെ മൂപ്പര് ദീനിട്ടാ. മറ്റെല്ലാ ദീനുകളെ പോലെ ഈ ദീനും പറയുന്നു, പൂർണ്ണാധികാരം എനിക്ക് മാത്രമായിരിക്കണം. മറ്റെല്ലാ ദീനുകളും എൻ്റെ മുമ്പിൽ പരാജയപ്പെടുകയും വേണം. അല്ലാത്ത പക്ഷം എന്നെ അനുഗമിക്കുക സാധ്യമല്ല. എൻ്റെ സാന്നിധ്യത്തിൽ ദീനുകൾ കേട്ടോട്ടാ, എൻ്റെ സാന്നിധ്യത്തിൽ ഭൂരിപക്ഷ ദീനോ, രാജദീനോ, സോഷ്യലിസ്റ്റ് ദീനോ, മറ്റേതെങ്കിലും ദീനോ ഉണ്ടാവുകയില്ല. ഇനി മറ്റു വല്ല ദീനുമുണ്ടെങ്കിലോ ഇവിടെ എൻ്റെ സാന്നിധ്യവും ഉണ്ടാവുകയില്ല. ആ നിലയിൽ എന്നെ സത്യദീനെന്ന് വിശ്വസിച്ചത് കൊണ്ട് യാതൊരു ഫലവും ഉണ്ടാവുകയില്ല. ഇസ്ലാമാണ് സത്യം എന്ന് വിചാരിച്ചിട്ട് ജനാധിപത്യത്തിൻ്റെ നിയമം ഈ സാമൂഹിക വ്യവസ്ഥ അംഗീകരിച്ചാൽ ഞാൻ അവിടെ ഉണ്ടാവില്ല. ഇസ്ലാമേ മുസ്ലിമായി ജീവിക്കാൻ പറ്റൂലെന്ന്. ഇതിനെ നമ്മൾ മതരാഷ്ട്രവാദം എന്ന് വിളിക്കരുത്. ഇതിലേ ഇപ്പം ഞാനൊന്ന് ജസ്റ്റ് ഇപ്പം ഇദ്ദേഹം ഇത് പറയുന്നുണ്ടല്ലോ, ഒരു ഇസ്ലാമിക പണ്ഡിതനാണ്, ഒരു കുറേ ഗ്രന്ഥങ്ങളൊക്കെ രചിച്ച ആളാണ്. ഇതിന് നബിയുടെയും പ്രവാചകന്റെയും സ്വഹാബികളുടെയും എന്തെങ്കിലും ഒരു പിൻബലം ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കണ്ട. മൗദൂദിയുടെ ആശയം പണിയുന്നത് തന്നെ ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലെ ആയത്താണ്. ആയത്തിൽ ഭൂമിയിലേക്ക് ഞാനൊരു ഖലീഫയെ നിശ്ചയിക്കുന്നു എന്ന് പറഞ്ഞ ആയത്തിന് ലോകത്തൊരു മുഫസ്സിറും പറയാത്ത വ്യാഖ്യാനാണ് ഖലീഫത്തുല്ലാഹി ഫിൽ അർള് എന്നത്. അവിടെ ഖലീഫ എന്ന പദത്തിന് പിൻഗാമി, അതുപോലെ തന്നെ പ്രതിനിധി, എന്നൊക്കെ അർത്ഥങ്ങൾ അതിനുണ്ട്. പക്ഷെ ആ അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അഥവാ ഒരു സമൂഹത്തെ തുടച്ചു മാറ്റി അതിൻ്റെ പിൻഗാമികളായിട്ട് തിരിച്ചു വന്ന സമൂഹം എന്ന നിലക്ക്, അതായത് ഇവിടെ ജിന്നുകളായിരുന്നു, അവയെ നീക്കി മനുഷ്യന് ഭൂമിയിൽ ആധിപത്യത്തിലേക്ക് കൊണ്ടുവന്നു. ഭൂമി മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയ ഒരു അവസ്ഥ വന്നപ്പോൾ മനുഷ്യൻ അവിടുന്ന് തുടച്ചു നീക്കപ്പെട്ട ജീവികൾക്ക് പിന്നിൽ വന്നവർ എന്ന നിലക്കാണ് പിൻഗാമിത്വം പറയുന്നത്. പിൻഗാമിത്താണ് ഖലീഫ എന്ന് പറയുന്ന പദത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മലയാള പദം. പിന്നെ പ്രതിനിധിയാണെങ്കിലോ മനുഷ്യൻ്റെ മാത്രം സ്വഭാവമാണ് ഒരു സൊസൈറ്റീനെ പ്രതിനിധിക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കുക എന്നുള്ളത്. അതാണ് പ്രാതിനിധ്യം. ഇപ്പം എനിക്ക് ഏതെങ്കിലും സൊസൈറ്റീനെ പ്രതിനിധീകരിക്കാൻ പറ്റൂലേ, ആനക്കോ പൂച്ചക്കോ ഒന്നും അതിൻ്റെ സൊസൈറ്റീനെ പ്രതിനിധീകരിക്കാൻ പറ്റില്ല. അപ്പം ഈ പ്രാതിനിധ്യമായൊരു കഴിവുണ്ട് മനുഷ്യന്. ഇതാണ് അവിടെ പറഞ്ഞത്. മൗദൂദി പറഞ്ഞ ഭൂമിയിൽ പടച്ചോൻ്റെ ഭരണം സ്ഥാപിക്കാൻ വേണ്ടി പടച്ചോൻ ഉണ്ടാക്കിയിട്ടുള്ള ഇന്റർനാഷണൽ റവല്യൂഷണറി പാർട്ടി എന്ന പോലത്തെ ഒരു മുസ്ലിം എന്ന രൂപത്തിൽ അയക്കപ്പെട്ട ഒരു സാധനമല്ലത്. അപ്പം ഇതിൻ്റെ അടിത്തറ തന്നെ ബിദ്അത്താണ്. ലോകത്തൊരു മുഫസ്സിറും പറയാത്ത ഒരു സാധനം മൗദൂദി ഉണ്ടാക്കാണ്. പിന്നെ ആ അടിത്തറയുമെന്നാണ് അദ്ദേഹം പണം തുടങ്ങുന്നത്. ബാക്കി പണം തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പര് ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഷീഈ വിശ്വാസധാരയിൽ ഈ ഹാക്കിമിയത്തുള്ള സിദ്ധാന്തമുണ്ട്, ഷിയാക്കൾക്ക് ഹാക്കിമിയത്തുള്ള സിദ്ധാന്തമുണ്ട്. അതിൽ നിന്ന് എടുക്കുക. അപ്പോൾ അത് പക്ഷേ ഇമാമിയത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഈ മൗദൂദി പറഞ്ഞ പോലെ ഒരു മോഡേൺ സ്റ്റൈലിലല്ല അവർ സംസാരിച്ചിട്ടുള്ളത്, മറിച്ച് അവർ സംസാരിച്ചിട്ടുള്ളത് നമ്മളൊരു ഖുറാഫി സ്റ്റൈലിലാണ്. ഭൂമിയിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ കുടുംബ പരമ്പരയിൽ സന്താന പരമ്പരകളിൽപ്പെട്ട ഇമാമുകളാണ് ഈ ഭൂമി ഭരിക്കേണ്ടത്. അപ്പോഴാണ് അള്ളാഹിൻ്റെ ഭരണ സംവിധാനം നിലനിൽക്കുള്ളൂ. വേറെ ആളുകൾ ഭരണം സംഭവിക്കുമ്പോൾ അത് താകൂത്താണ്, അള്ളാഹുവിൻ്റെ ഭരണ സംവിധാനത്തിനെതിരെയുള്ള ദുർമൂർത്തികളാണ്. വജ്തനിബു താകൂത്തുകളെ കൈവിടിയാണ് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ലോകത്ത് ഒരു ഭരണ വ്യവസ്ഥയ്ക്ക് കീഴിൽ നിലനിൽക്കാൻ പറ്റില്ല, ഇമാമിങ്ങൾ ഭരിക്കണം. അങ്ങനെ ഇതിൻ്റെ ഷിയായിസത്തിൻ്റെ ഈ ഇമാം സങ്കല്പം, അവരെ ഹാക്കിമിയത്ത് ഇമാം സങ്കല്പത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്. അങ്ങനെ ഓരോ ഇമാമ് ഭരിച്ചു വരും. 12ാമത്തെ ഇമാമായിട്ടുള്ള ഇമാം മഹദി,
അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന് ഒരു അനന്തരാവകാശ പരമ്പര ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മരണപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇമാമത്ത് നിന്ന് ഇനി ഇപ്പൊ തുടരാൻ ആളില്ലല്ലോ, ഇമാമ് ഭരിക്കുക, അതാണ് ഹാക്കിമിയത്ത് എന്ന് പറഞ്ഞിട്ട് ഈ ഹുക്കുമത്ത് ഇലാഹി അവർക്കുണ്ട്. കറക്റ്റ് ഹുക്കുമത്തെ ഇലാഹി എന്ന് തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സങ്കല്പം പിന്നെ നിന്നപ്പോൾ പിന്നെ ഷീസം ഒരു പ്രതിസന്ധിയിലായിരുന്നു. ഈ ഹാക്കിമിയത്ത് തുടരാൻ, ഹുക്കുമത്ത് ഇലാഹി തുടരാൻ ഇമാമില്ലാത്തൊരു പ്രതിസന്ധി നിൽക്കുകയാണ്. അവിടാണ് നമ്മൾ ആയത്തുള്ള റുഹുല്ല ഹുമൈനി വന്നിട്ട് പിന്നെ വിലായത്തെ ഫക്കീഹ് എന്നിട്ട് പുതിയൊരു തിയറി അവതരിപ്പിക്കുന്നത്. അതും ഹാക്കിമിയത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഇമാം ഇവരെ ഈ വിശ്വാസം അനുസരിച്ച് 12ാമത്തെ ഇമാമ് മരിച്ചിട്ടൊന്നുമില്ല, ഗൈബിയായിട്ട് അദർശനായിട്ടുണ്ട്, അദ്ദേഹം ഒരിക്കൽ തിരിച്ചു വരും. അപ്പോൾ അദ്ദേഹം ഭരണം വീണ്ടും നടത്തും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അവർ മഹദി സങ്കല്പം അതാണ്. അഹ്ലുസുന്നയുടെ മഹദി സങ്കല്പം അതല്ല. അത് നബിന്റെ പരമ്പരയിൽപ്പെട്ട ഒരു പിന്നെ മഹദി ഇമാമ് നാളുടെ മുമ്പായിട്ടുള്ള കുറച്ച് കാലഘട്ടത്തിന് മുമ്പ് അദ്ദേഹം ഭരിക്കും എന്ന് മാത്രമാണ് സങ്കല്പമുള്ളത്. അതിൻ്റെ അപ്പുറം ഇത് അദർശനായ ഇമാം എന്നിട്ട് ഇവരെ ഈ സങ്കല്പമാണ്. അപ്പോൾ ഈ ഇമാമ് വരുന്നത് വരെ അധികാരം പിടിച്ച ഹുക്കുമത്തെ ഇലാഹി നടപ്പിലാക്കിക്കൊണ്ട് ഇവിടുത്തെ മണ്ണ് പാകപ്പെടുത്തിയെടുക്കുക, ഇമാം വരുമ്പോൾ ഇമാമിനെ ഭരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. ഇതാണ് വിലായത്തെ ഫക്കീഹ് എന്നിട്ടുള്ള തിയറി. ഈ തിയറിയാണ് ഹുമൈനി അവതരിപ്പിക്കുന്നത്. ഈ തിയറിയുടെ അടിസ്ഥാനത്തിലാണ് ഇറാൻ വിപ്ലവം ഉണ്ടാക്കുന്നത്. അപ്പോൾ അന്ന് ഇറാൻ വിപ്ലവം ഉണ്ടാക്കിയപ്പോൾ മൗദൂദി സാഹിബ് പറഞ്ഞു, പിന്നെ ഈ ഹുമൈനിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ഇസ്ലാമിക വിപ്ലവമാണ്, മുസ്ലിങ്ങൾ അതിനെ പ്രത്യേകിച്ചും വിശേഷിച്ചും അതിനെ സപ്പോർട്ട് ചെയ്യണം, അതിനെ പിന്തുണ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എഴുതിയിരുന്നു. അപ്പോൾ കാരണം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള അദ്ദേഹം എവിടുന്നാണ് ഒരു തിയറി കടഞ്ഞെടുത്തത്, ആ തിയറിയുടെ ആളുകളാണല്ലോ ഷിയാക്കള്. ഈ തിയറി അദ്ദേഹം എടുത്തിട്ട് ഇമാമ സങ്കല്പമൊക്കെ മാറ്റി, അതുപോലെ തന്നെ വിലായത്തെ ഫക്കീഹൊക്കെ മാറ്റി, എന്നിട്ട് ഇമാമ സങ്കല്പത്തിന് ഇമാം ഷിയായിസത്തിൽ ഇത് വരണമെങ്കിൽ പിന്നെ ഹുക്കുമത്തിലായി നടപ്പാക്കണമെങ്കിൽ ഇമാമാണ്. ആ ഇമാമിനെ മാറ്റിയിട്ട് മൂപ്പരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ റവല്യൂഷണറി പാർട്ടി മുസ്ലിം എന്നാക്കി. അത് ലോകത്തെ മുഴുവൻ മനുഷ്യനെയും അതിൽ ഉൾപ്പെടുത്തി. മനുഷ്യരെല്ലാം അള്ളാന്റെ ഖലീഫാണ്. അപ്പോൾ മനുഷ്യരെ മുഴുവൻ ഇമാമത്ത് സങ്കല്പം മാറ്റിയിട്ട് പിന്നെ മനുഷ്യനെ മുഴുവൻ അതിൽ കയറ്റി. എന്നിട്ട് ആ മനുഷ്യർ മുഴുവൻ അവരുടെ ഡ്യൂട്ടി എന്താണ്? ഈ ഹുക്കുമത്തെ ഇലാഹി നടപ്പിലാക്കലാണ്. അതിന് തെറ്റിയവൻ പഴച്ചവൻ, അത് നടപ്പിലാക്കണവൻ അനുസരണമുള്ള ഇതാക്കി. വിലായത്തെ ഫക്കീഹ് എന്നുള്ളത് ഈ ഇമാമ് വരുന്നവരെ ഈ ഭരണ സംവിധാനം, രാഷ്ട്രത്തിന്റെ നടത്തിപ്പ് ഈ ഹുക്കുമത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കണമെന്ന് ആയത്തുള്ള റുഹുല്ല ഹുമൈനിന്റെ തിയറിനെ അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത് പാർട്ടി ഏറ്റെടുക്കാണ്. മൗദൂദിയുടെ സങ്കല്പത്തിലെ പാർട്ടി ഏറ്റെടുക്കുക, മറ്റൊരു സങ്കല്പത്തിൽ ഫക്കീഹുമാരെ ഏറ്റെടുക്കുക, പാർട്ടി ഏറ്റെടുക്കാം. ജമാഅത്ത് ഇസ്ലാമി അദ്ദേഹം രൂപീകരിക്കുന്നതിനാണ് ഇത് ഹുക്കുമത്തിലാഹി സ്ഥാപിക്കുക. അതാണ് പ്രബോധനം എഴുതിയത്. ഹുക്കുമത്തിലാഹി എന്നത് സത്യദീനിന്റെ അടിസ്ഥാനമാണ്, അതില്ലാണ്ട് ഈ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റൂല, ആ ബോധമില്ലാതെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഈ സാധനം എടുത്തു കൊണ്ടുവന്നിട്ട് പിന്നെ ഈ നമ്മുടെ ഈ കമ്മ്യൂണിസത്തിന്റെ ഒരു ഫ്രെയിമും, മൗദൂദിയുടെ കാലത്ത് കമ്മ്യൂണിസം വളരെ ശക്തമായി നിലനിന്നൊരു കാലഘട്ടമാണ്. അപ്പൊ കമ്മ്യൂണിസമാണ് ഒരു ആധുനിക കാലഘട്ടത്തിൽ ഭരിക്കാൻ പോകുന്നൊക്കെ പറയുന്ന സ്വാധീനമുള്ള സമയമാണ്. അപ്പൊ കമ്മ്യൂണിസത്തിന്റെ ഒരു ഫ്രെയിം ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാക്കിമത്തുള്ള സിദ്ധാന്തത്തിന് നല്ല ചേരുന്ന ഫ്രെയിമാണ്. അത് കമ്മ്യൂണിസം എങ്ങനെയാണ് പിന്നെ ലോകം നന്നാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തിനെ ശുദ്ധീകരിക്കുക, അങ്ങനെ കുടുംബം ശുദ്ധീകരിക്കപ്പെടുക, അങ്ങനെ സൊസൈറ്റി ശുദ്ധീകരിക്കപ്പെടുക, അങ്ങനെ രാജ്യം ശുദ്ധീകരിക്കപ്പെടുക, അങ്ങനെ ലോകം ശുദ്ധീകരിക്കപ്പെടുക, അങ്ങനെ താഴ്ന്നും മേലക്ക് പോണ ഒരു സിസ്റ്റം ഉണ്ട്. അതല്ല കമ്മ്യൂണിസത്തിന്റെ. പിന്നെ ടോപ്പ് ടു ബോട്ടം, മോളിന്ന് തടിയിലേക്ക് വരിക, അതായത് സ്റ്റേറ്റ് പിടിച്ചെടുക്കുക, പിന്നെ എല്ലായിടത്തും വിശുദ്ധീകരണം നടത്തുക. ഇതാണ് കമ്മ്യൂണിസത്തിന്റെ ഒരു ഫ്രെയിം, മേലെന്ന് അടിയിലേക്ക് പോണത്. ഇതിനെ മൗദൂദി കൊണ്ട് എടുത്ത് ഭരണം സ്ഥാപിക്കുക, എന്നിട്ട് എല്ലാം സംസ്കരിച്ചെടുക്കുക. ഇസ്ലാമിന്റെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തിനെ ശുദ്ധീകരിക്കുക, വ്യക്തി ശുദ്ധീകരിക്കപ്പെട്ട കുടുംബം ശുദ്ധീകരിക്കപ്പെടും, സമൂഹം ശുദ്ധീകരിക്കപ്പെടും, രാഷ്ട്രം ശുദ്ധീകരിക്കപ്പെടും, അപ്പോൾ ലോകം ശുദ്ധീകരിക്കപ്പെടും. അപ്പോൾ അങ്ങനെ രാഷ്ട്രം ശുദ്ധീകരിക്കപ്പെടും, സ്വാഭാവികമായിട്ടും ഭരണം മുസ്ലിങ്ങളെ വിഭാഗത്തേക്ക് വന്നു ചേരും. സ്വാഭാവികമാണല്ലോ, രാജ്യത്തെല്ലാവരും പടച്ചവനെ മാത്രം ആരാധിക്കുന്ന പിന്നെ ആളുകളായി മാറുന്നതോടുകൂടി അവർ ഒരു സൊസൈറ്റി ആയല്ലോ. അപ്പോൾ ഭരണ സംവിധാനം വരും. ഇതല്ലാതെ ഒരു ഭരണ സംവിധാനം പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു നിസ്കാരം, ഭരണ സംവിധാനം പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു നോമ്പ്, ഇങ്ങനൊന്നല്ല ഇസ്ലാം പഠിപ്പിച്ചുള്ളൂ. ഇതാണ് മൗദൂദി സാഹിബ് ഈ ഷിയസത്തിന്റെ ഹാക്കിമിയത്തിനെടുത്തിട്ട് ഈ പിന്നെ കമ്മ്യൂണിസത്തിന്റെ ഫ്രെയിമിൽ ചാലിച്ചിട്ട് ആധുനിക പിന്നെ സാങ്കേതിക ശബ്ദങ്ങൾ ഉപയോഗിച്ചിട്ട് അദ്ദേഹം ചെയ്ത് അഹ്ലുസുന്നയുടെ ഒരു തഫ്സീറും ഒരു മുഫസ്സറും പറയാത്ത ആശയങ്ങളുടെ അടിത്തറയിൽ സ്ഥാപിച്ച് ഇങ്ങനെ കൊണ്ടുവരാൻ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതാണ് നമുക്കിതിന് പെട്ടെന്ന് ഷിയായിസ് ആണെന്ന് മനസ്സിലാവില്ല, കമ്മ്യൂണിസ്റ്റ് ആണെന്ന് മനസ്സിലാവില്ല. കാരണം അതിന്റെ ഒക്കെ നമ്മളിങ്ങനെ പറയുമല്ലോ, ഒരു വക്കും വരമ്പൊക്കെ എടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായി കൊടുക്കൽ വാങ്ങലുണ്ട്. അതിൽ സംശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ലോകത്ത് ആദ്യമായിട്ട് ഹുക്കുമത്തെ ഇലാഹി ഹാക്കിമിയത്തുള്ള സിദ്ധാന്തം ഭരണഘടന ഭാഗമായിട്ട് എഴുതിയ രാജ്യം ഇറാനാണ്. അതായത് ഷിയാക്കളുടെ ഇറാനാണ് അത് എഴുതിയത്. ഇവര് തന്നെ ഈ ഷിയാക്കൾ തന്നെ
എനിക്ക് തോന്നുന്നു പ്രൂഫ് നോക്കിയാവോ. അല്ല, അവർ തമ്മിൽ ഇടപാടുകൾ ഉണ്ടായിരുന്നു. ഖുമൈനിയുമായിട്ട് മൗദൂദിക്ക് നേർക്കുന്ന ബന്ധം ഉണ്ടായിരുന്നു. പല കാര്യങ്ങൾ അങ്ങോട്ട് ഡിസ്കഷൻ നടന്നിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കൽ വാങ്ങൽ നടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ നിഷേധിച്ചാൽ അതിന് തെളിവൊന്നുമില്ല എന്ന് പറഞ്ഞാൽ തെളിയിക്കാനൊന്നും പറ്റില്ല. അന്ന് നമുക്ക് ടോർച്ചടിച്ചിട്ട് നോക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അതുകൊണ്ട് അന്ന് അവിടെ നടന്നെന്താണെന്ന് നമുക്കറിയില്ല. കൈറോയിൽ വെച്ച് കൂടി സംഗമങ്ങളോ അതിനൊക്കെ എന്ത് നടന്നു, എന്ത് ചർച്ച ചെയ്തെന്ന് അറിയില്ല. പക്ഷേ ഒരേ ആശയത്തിന്റെ രൂപമുള്ള ആളുകൾ, അതായത് മൗദൂദി പിന്നെ ഷിയായിസത്തിന്റെ ഇമാമ സങ്കല്പമൊന്നും എടുത്തിട്ടില്ല, ഷിയായിസത്തിന്റെ മറ്റു പല സങ്കല്പമൊന്നും എടുത്തിട്ടില്ല. അതിൽ ഹുക്കൂമത്തെ ഇലാഹിന്റെ ഫ്രെയിം ഇങ്ങോട്ട് ചൂണ്ടി. അതാണ് സംഭവിച്ചത്. ഹുക്കൂമത്തെ ഇലാഹിന്റെ ഫ്രെയിം ഇങ്ങോട്ട് ചൂണ്ടിയിട്ട് കമ്മ്യൂണിസത്തിന്റെ ഫ്രെയിമിലേക്ക് അതിനായിട്ട് ഫിറ്റ് ചെയ്ത്, അപ്പോൾ അത് ഒരു ഷിയാ മണം പെട്ടെന്ന് കിട്ടാത്ത ഒരു സാധനമായിട്ട് ആധുനിക മതേതര ജനാധിപത്യ വ്യവസ്ഥനെ എതിരെ കൊണ്ടുവരാവുന്ന ഒരു ബദൽ വ്യവസ്ഥയായിട്ട് അവതരിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഈ മുജീബുർ റഹ്മാൻ സാഹിബിന്റെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞൊരു വിഷയം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പോ മതരാഷ്ട്രവാദം ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നതൊന്നും പുനഃപരിശോധിക്കേണ്ടി വരുന്ന അല്ല, അവർ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലായി ഈ ആശയം ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കും. ഇന്ത്യൻ ജനാധിപത്യത്തെ തകർത്താൽ ഇവിടെ ശക്തിപ്പെടാൻ പോകുന്നത് ഫാഷിസമാണ്. ഫാഷിസം ഇവിടെ ശക്തിപ്പെട്ടു കഴിഞ്ഞാൽ മുസ്ലിം സൊസൈറ്റീൻ്റെ നല്ല ന്യൂനപക്ഷത്തിൻ്റെ എല്ലാവരുടെയും ജീവിതാവസ്ഥ പരിതാപകരായിരിക്കും. ഇപ്പം തന്നെ നമുക്കറിയാലോ, ഫാഷിസത്തിന് മുഴുവൻ മുറുക്കെ പിടിക്കാൻ പറ്റാത്ത ഈ സാമൂഹിക അന്തരീക്ഷത്തിൽ പോലും എത്രമാത്രം അനീതി നിറഞ്ഞ ഭരണ സംവിധാനവും നിയമവ്യവസ്ഥയും കൊണ്ടുകൊണ്ടിരിക്കുന്നത്, എത്രമാത്രം മോശമായി ഇന്ത്യയിലെ ഹെയ്റ്റ് സ്പീച്ചുകൾ കൂടി, പിന്നെ ഇന്ത്യയിലെ മതവിഭാഗങ്ങൾക്കെതിരെ വെറുപ്പും വിദ്വേഷം വർദ്ധിക്കാൻ തുടങ്ങി. മൊത്തത്തിൽ ഇന്ത്യ വളരെ പഴയ ഒരു മതേതര സ്വഭാവം ഉണ്ടല്ലോ, കേരളത്തിൽ പോലും മതേതര സ്വഭാവമൊക്കെ നഷ്ടപ്പെട്ട് മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള ഒരു ആത്മബന്ധമില്ലാത്ത വിധത്തിൽ, മുസ്ലിങ്ങളും തമ്മിൽ ആത്മബന്ധമില്ലാത്ത വിധത്തിൽ ഒരു തലക്കൽ ആക്കി വന്നല്ലോ. വിജയിച്ചിട്ടൊന്നുമില്ല. കാരണം കേരളത്തിലെയും ഇന്ത്യയിലെയും ഭൂരിപക്ഷം ഹിന്ദുക്കളും മുസ്ലിങ്ങളും മതനിരപേക്ഷ ജനാധിപത്യം നിലനിർത്താനും അത് നിലനിർത്താനൊരു കൾച്ചർ വേണേ. അതാണ് അസല്. നമ്മൾ അഹിമാക്ക് ഇല്ലാത്തൊരു പ്രശ്നം അതാണ്. ഇത് നിലനിർത്തുന്ന ഒരു കൾച്ചർ വേണം. എനിക്ക് രാജ്യത്ത് ഹിന്ദുവുമായിട്ട് കൊടുക്കൽ വാങ്ങൽ വേണം. അപ്പോഴെനിക്ക് ഈ വ്യവസ്ഥ നിലനിർത്താൻ പറ്റുള്ളൂ. അല്ലാതെ അവനായിട്ട് എനിക്കൊരു ബന്ധമില്ല, കൊടുക്കലില്ല, വാങ്ങലില്ല, അവനുമായിട്ട് ഒരു എന്താ പറയുക, ഒരു പാർട്ടി കൂടലില്ല, അവനുമായിട്ട് ഞാൻ ഇരുന്ന് സംസാരിക്കലില്ല, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല. ഹിന്ദുക്കളിൽ നിന്ന് ക്രിസ്ത്യാനികളിൽ നിന്ന് എനിക്ക് ഫ്രണ്ട്സ് ഇല്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ നല്ല മുസ്ലിങ്ങൾ മാത്രം. എനിക്ക് അയൽവാസില്ല, എനിക്ക് സഹപ്രവർത്തകനില്ല, കൊളീഗ്സ് ഇല്ല ഹിന്ദുക്കളിൽ നിന്നൊന്നും. എനിക്ക് മുസ്ലിങ്ങൾ മാത്രം. ഈ കൾച്ചറിലും എനിക്ക് മതനിരപേക്ഷ ജനാധിപത്യം നിലനിർത്താൻ പറ്റൂല. അപ്പൊ അവനാണ് ഈ മാറി ദർസിന് പോയിരിക്കലും നീളം കുപ്പായിട്ടിട്ട് ഇരിക്കലും ഒക്കെ അവനക്ക് അതേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഈ കൾച്ചർ ഉണ്ടാവണം. ഈ കൾച്ചറിലും ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ആ കൾച്ചറുള്ളവരാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും മതനിരപേക്ഷ ജനാധിപത്യം ഇവിടെ നിലനിൽക്കുന്നത്. പിന്നെ ഫാഷിസം ഭരിച്ചിട്ടുള്ളത് ചില കള്ളക്കളിയിലൂടെയാണെന്ന് എല്ലാവർക്കും അറിയാം. അത് ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളും ഫാഷിസ്റ്റുകളായിട്ടല്ല, ഒരു കൂടി വന്നാൽ ഒരു 25% ആളുകളെ മാത്രമേ സ്വാധീനിച്ചുള്ളൂ. ബാക്കി 75% വേറെ പല ഇഷ്യൂസ് കൊണ്ടും വോട്ട് സ്പ്ലിറ്റ് ആക്കിയിട്ടൊക്കെയാണ് ജയിക്കുന്നത്. ഇപ്പൊ പിന്നെ വോട്ട് ചോരിയും പിന്നെ സീറ്റ് ചോരിയും നടത്തിയിട്ടാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇപ്പൊ അവർക്കത് ബോധ്യമായിട്ടുണ്ട്. പ്രാക്ടിക്കൽ തലത്തിൽ അവർക്ക് ബോധ്യമായിട്ടുണ്ട്. പഴയ നമ്മളെ ഹുക്കൂമത്തെ ഇലാഹി, നമ്മളെ ഈ മൗദൂദിന്റെ ഹാക്കിമിയത്തുള്ള സിദ്ധാന്തവും ഇതൊക്കെ പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ നമ്മളെ മണ്ണൊലിച്ചു പോവും, ഉമ്മത്തിന്റെ മൊത്തം മണ്ണൊലിച്ചു പോവും. അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവർ തിരുത്തി ശരിയാവാണ്. പക്ഷെ ഈ തത്വം തിയറി അവർ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഈ തത്വം അവർ ഉപേക്ഷിക്കുന്ന അവർ പരസ്യമായിട്ട് പറയണം, ഞങ്ങൾക്ക് മതരാഷ്ട്രവാദമില്ല എന്ന് പറയുന്നത്. അതുപോലെ അവർ പറഞ്ഞാൽ മതി. രാഷ്ട്രം സ്ഥാപിക്കുക എന്നത് ഒരു മുസ്ലിമിനെ അള്ളാഹ് ഏൽപ്പിച്ച ബാധ്യത അല്ല. രാഷ്ട്രം സ്ഥാപിക്കുക എന്നത് എന്നവർ പറയട്ടെ, തുറന്നു പറയട്ടെ. ഏതായാലും ഇങ്ങനൊരു മാറി ചിന്തിച്ചെങ്കിൽ, അതിന് അവർക്കത് കൃത്യമായി ബോധ്യപ്പെട്ടെങ്കിൽ, അതിന് നമുക്ക് ഓർക്കാതെ ഈ സംസാരം അവസാനിപ്പിക്കാൻ പറ്റാത്തൊരു പേരാണ് ബഹുമാന്യനായ ഉമർ മൗലവി. അദ്ദേഹം വളരെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമയങ്ങളും എന്ന് വേണമെങ്കിൽ പറയാം ഇവർക്കും അല്ലെങ്കിൽ ഇവരുടെ ആശയങ്ങൾക്കും എതിരെ ശബ്ദിച്ച, യുദ്ധം ചെയ്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോഴത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ അങ്ങനെ മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രബോധനം വിജയം കണ്ടു എന്ന് വേണം നമുക്ക് പറയാം. ഇതടക്കമുള്ള ഒരുപാട് അനിസ്ലാമിക വാദങ്ങളുണ്ട് ജമാഅത്ത് ഇസ്ലാമിൻ്റെ. അതിനെതിരെ ശക്തമായിട്ട് പൊരുതി ശക്തമായി പ്രബോധനം ചെയ്ത ആളാണ് ഉമർ മൗലവി റഹിമഹുള്ള. അത് വലിയ ഫലം കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ലോകത്തുടനീളം ഇവരുടെ തൗഹീദിനെ തന്നെ സലഫി പണ്ഡിതന്മാർ പോസ്റ്റ്മോർട്ടം ചെയ്ത്. ഇവർ തൗഹീദുൽ ഹാക്കിമിയ,
ഒരു 4-ാം പത്തിൻ്റെ തൗഹീദിന്. നമ്മൾ സാധാരണ തൗഹീദ് റുബൂബിയ, തൗഹീദുൽ ഉലൂഹിയ, തൗഹീദുൽ അസ്മാഉ സിഫാത്ത്, ഇങ്ങനെ 3 കസ്മുകളായിട്ട് അതിനെ എടുക്കാറ്. പക്ഷേ ഇവർക്ക് 4-ാമത്തെ ഒരു കഷ്ണം കൂടെ ഉണ്ട്, അത് തൗഹീദുൽ ഹാക്കിമിയ. അപ്പം നമ്മൾ വിചാരിക്കും ഹാക്കിമിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഹാക്കിമിയത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് 2 എണ്ണമാണ്. ഒന്ന് ഈ പ്രകൃതിപരമായിട്ടുള്ള ഹാക്കിമിയത്ത്, അതായത് പ്രപഞ്ചം നിയന്ത്രിക്കുക, സംവിധാനിക്കുക, ഇതിൻ്റെ അധികാരം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഹാക്കിമിയത്ത് 2 രൂപത്തിലാണ് ഹാക്കിമിയത്തിനെ പ്രമാണങ്ങളിൽ ഖുർആനിൽ സുന്നത്തിൽ കാണും. ഒന്ന് ഹാക്കിമിയത്തു തക്വീനിയ എന്ന് പറയും, അതായത് പ്രാപഞ്ചിക നിയമനിർമ്മാണത്തിൻ്റെ പരമാധികാരം. ആ പടച്ചവനുക്ക് മാത്രമുള്ള പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്, സംവിധാനിക്കുന്നത്, അതിൻ്റെ ചലനത്തിൻ്റെ നിയമങ്ങൾ രേഖപ്പെടുത്തി, ഇതൊക്കെ പടച്ചവന് മാത്രമേ ഉള്ളൂ. വേറൊരു ആൾക്ക് അതിൽ പങ്കില്ല. അങ്ങനെ പങ്കിട്ടെന്ന് വിശ്വസിച്ച ശിർക്കാണ്. ഇതാണ് ഹാക്കിമിയത്തിൻ്റെ ഒന്ന്. 2ാമത്തത് ഹറാമോ ഹലാലും ഉണ്ടാക്കാനുള്ള അധികാരം ആർക്കുള്ളൂ? അള്ളാഹുവിന് മാത്രമാണ്. ഒരു കാര്യം ഹറാമാണ്, ഒരു കാര്യം ഹലാലാണ് എന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരം പടച്ചവനുക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ വേറൊരാൾക്കും കൂടി ഉണ്ടെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് ഹറാമാണ്. അതാണ് ഇത്തഖദു അഖ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാ. യൂത ക്രിസ്ത്യാനികൾ അഹ്ലു കിതാബ് അവരുടെ പണ്ഡിത പുരോഹിതന്മാരെ പടച്ചവന് പുറമെ റബ്ബുകളാക്കി എന്ന് പറഞ്ഞതിൻ്റെ കാരണം അവർ ഹലാല് പറഞ്ഞാൽ അത് അംഗീകരിക്കും. അവർ അള്ളാഹ് ഹലാലാക്കിയത് അവർ ഹറാമാക്കിയാൽ ഈ സൊസൈറ്റി അത് അംഗീകരിക്കും. അള്ളാഹ് ഹറാമാക്കിയത് ഹലാലാക്കിയാൽ ഹലാലാക്കിയത് ഹറാമാക്കിയാലൊക്കെ പുരോഹിതന്മാർ പറഞ്ഞത് അംഗീകരിക്കും. അപ്പോൾ അത് ശിർക്കാണ്. ഹറാമോ ഹലാലും മാറ്റിമറിക്കുന്നുള്ളത്. അപ്പോൾ ഇത് 2ആണ് ഹാക്കിമിയത്തായിട്ട് പിന്നെ പ്രമാണങ്ങളിലുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തെ 3ാമത്തെ ഈ തൗഹീദുൽ ഹാക്കിമിയ എന്നിട്ട് പ്രത്യേകം കോയിൻ ചെയ്തെടുത്തിട്ടുള്ള സാധനമാണ് ഏത്? ഈ അള്ളാഹ് ഭൂമിയിലേക്ക് മനുഷ്യനെ അയക്കുന്നത് അവൻ്റെ പ്രതിനിധിയായിട്ടാണ്. ആ പ്രതിനിധിയുടെ ഡ്യൂട്ടി ഹുക്കൂമത്തിലായി സ്ഥാപിക്കലാണ്. ആ ഹുക്കൂമത്തിലായി സ്ഥാപിക്കുന്നതിൽ നിന്ന് അവൻ മാറി നിന്ന് കഴിഞ്ഞാൽ അവൻ മുശ്രിക്കാണ്, കാഫറാണ്. അതിനോട് ചേർന്ന് നിന്ന് പൊരുതുക, എല്ലാ വ്യവസ്ഥകളുമായി എതിരിടുക, വ്യവസ്ഥകൾ അംഗീകരിക്കാതിരിക്കുക. ബാക്കി ഒരു വ്യവസ്ഥ അംഗീകരിക്കാൻ പറ്റില്ല. ഹലാലായ റൊട്ടി പോലും ആ വ്യവസ്ഥയിൽ കിട്ടില്ല എന്നാണ് മൗദൂദി സാഹിബ് ചോദ്യോത്തരത്തിൽ റസാഇൽ വ മസായിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീക്ഷണമാണ് തൗഹീദുൽ ഹാക്കിമിയ. ഇവിടെ നമ്മൾ പ്രത്യേകം പറയേണ്ട ഒരു കാര്യമുണ്ട്. മുർമൗലവിൻ്റെത് പറഞ്ഞപ്പോൾ മുർമൗലവിൻ്റെ തൗഹീദ്, മുർമൗലവി കൃത്യമായിട്ട് ഇവരുടെ തൗഹീദും ഇവരുടെ ഇബാദത്തിൻ്റെ നിർവചനം, ഇലാഹിൻ്റെ നിർവചനമൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് മുർമൗലവി പൊളിച്ചുകൊണ്ടാണ് ഈ സാധനം പൊളിയും കേരളത്തിന് ഇത് മനസ്സിലാവുകയും ചെയ്തത്, ലോകത്തിന് മനസ്സിലാവുകയും ചെയ്തത്. ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ലാഹി ബിൻ ബാസിനെ പോലുള്ള സൗദി അറേബ്യയിലെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ കൂടുതൽ അറിയണമെങ്കിൽ ഷെയ്ഖ് ഉമർ അഹമ്മദ് മലൈബാരിയുടെ മഅനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഗ്രന്ഥം വായിക്കാമെന്ന് ഷെയ്ഖ് ഇബ്നു ബാസിൻ്റെ മജ്മൂ ഫത്താവയിൽ മുർമൗലവിനെ പരാമർശിച്ചത് അതുകൊണ്ടാണ്. മുർമൗലവിയാണ് ഇത് ചെയ്തത്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയമൊന്നും നമ്മുടെ പുതിയ കാലത്തെ നീളം കുപ്പായിട്ട് സെലഫി കുട്ടികൾക്ക് അറിയില്ല. ഇവരെന്താ ആകെ വിചാരിക്കുന്നത് ജനാധിപത്യം ഹറാമാണോ ഹലാലാണോ, അത് കുഫറാണോ, അല്ല ഈ ഒരു താത്വിക ഡിബേറ്റാണ് ഇവിടെ നടന്നതെന്നാണ് ഇവർ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഇവർ കള്ളക്കളി കളിക്കുന്നത്. ഏതോ ഒന്ന് സംഭവിക്കുന്നുണ്ട്. ഇവിടെ ജനാധിപത്യത്തെ അതിൻ്റെ പടച്ചവന് പുറമുള്ള ഒരു കള്ളദൈവമായിട്ടാണ് മൗദൂദി കാണുന്നത്, ജമാഅത്ത് ഇസ്ലാമിൻ്റെ ആശയം കാണുന്നത് എന്നത് ഇവർക്ക് മനസ്സിലായിട്ടില്ല. ഇവർക്ക് അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്. പിന്നെ ജനാധിപത്യത്തെ കുഫർ എന്ന് മൗദൂദി പറഞ്ഞതിൽ എന്താ ഭാഗത എന്ന് ചോദിക്കുന്നത്. മൗദൂദി ഇവർ വിചാരിക്കണ പോലെ വ്യഭിചാരം ഹലാലാക്കിയില്ലേ, അല്ലെങ്കിൽ മദ്യപാനം ഹലാലാക്കിയില്ലേ, അപ്പോൾ അത് ഈമാനെതിരല്ലേ, അപ്പോൾ അത് കുഫറല്ലേ എന്ന ചർച്ചയല്ല മൗദൂദി ചെയ്തത്. മൗദൂദി പറഞ്ഞത് പടച്ചവന് പുറമുള്ള കള്ളദൈവം, അത്താഗൂത്ത്, അതാണ് അത്താഗൂത്തായിട്ടാണ് മൗദൂദി ഇതിനെ കാണുന്നത്. ഈ വീക്ഷണമാണ് ഇവർ അറിഞ്ഞറിയാതെയോ അഹിമാരുടെ വായിൽ നിന്ന് മൗദൂദി പിന്നെ ലാത്ത പോയി മനാത്ത വന്നു എന്ന് അദ്ദേഹം വിശദീകരിച്ചാൽ ഒരു തെറ്റില്ല. അതിനെ എതിർത്ത സലഫികൾക്കാണ് തെറ്റുപറ്റിയത് എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി ഹാക്കിമിയത്തിൻ്റെ ഒരു ചൂരും ചുണ്ണാമ്പും അറിയാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഏതായാലും ഇത് വലിയൊരു വിപത്താണ്. ജമാഅത്ത് ഇസ്ലാമി ഇത് ഒതുക്കി പിടിച്ചപ്പോൾ ഇപ്പോൾ അത് പരത്തിപ്പിടിക്കാൻ പുതിയ അഹിമാർ ഇറങ്ങിയിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർത്തിട്ടില്ലെങ്കിൽ മുസ്ലിങ്ങൾക്കാണ് അതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ ദോഷം. മുസ്ലിങ്ങളായിരിക്കും ഒന്നാമത്തത്. കാരണം ഈ തിയറിയിൽ നിന്ന് വളരെ എളുപ്പം ഭീകരവാദ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഈ തിയറിയുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ കിടന്നിട്ട് വീട്ടിൽ ഒരാൾ കട്ടിൽമ കിടന്നിട്ട് ജനാധിപത്യം പിന്നെ കള്ളദൈവമാണ്, ജനാധിപത്യം ലാത്ത പോയി മനാത്ത വന്ന പോലെയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നുകൊണ്ട് മൂപ്പര് അത് പറഞ്ഞിട്ട് കട്ടിൽമ കിടന്ന് ഉറങ്ങുമ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് കേട്ട് ആവേശഭരിതരാകുന്ന ഒരു വിഭാഗം രൂപപ്പെട്ടു വരും. ആ വിഭാഗത്തിന് എങ്ങോട്ട് വേണമെങ്കിലും ട്യൂൺ ചെയ്ത് കൊണ്ടുപോകാം, ഭീകരവാദത്തിൽ കൊണ്ടുപോകാം. കാരണം ജനാധിപത്യത്തിനെതിരെ പോരാടുക, സായുധമായിട്ട് പോരാടാം. കാരണം അത് കുഫറും ശിർക്കും കള്ളദൈവമാണല്ലോ. അപ്പോൾ അതിനെ പോരാടാം, ഇങ്ങനെ ഉണ്ടാക്കുക. അതുകൊണ്ടാണ് ഫഹ്മി ഹുവൈദി, പിന്നെ ഈ ഖ്വാനുൽ മുസ്ലിമൂൻ്റെ സന്തത സഹചാരികളിൽപ്പെട്ട ഫഹ്മി ഹുവൈദി, അദ്ദേഹം അൽ ഖുർആൻ വൽ സുൽത്താൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതിയത് പിന്നെ ഈ മൗദൂദിയുടെ ഹാക്കിമിയത്ത് ഉള്ള സിദ്ധാന്തമാണ്
പിന്നെ ലോകത്തിലെ അൾജീരിയ മുതൽ ഇന്തോനേഷ്യ വരെ നീണ്ടുകിടക്കുന്ന ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് ഒരു ഊർജ്ജം, ആദർശ തലത്തിൽ താത്വികമായ ഊർജ്ജം കൊടുത്തതും അതുപോലെ തന്നെ പിന്നെ ലോക PhD തീസിസുകൾക്ക് സ്ഥാനം പിടിച്ചത് മൗദൂദിലെ ഹാക്കിമിയത്തുള്ള സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ നമ്മളെ മഹ്മൂദ് മംദാനിൻ്റെ ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം എന്നിട്ടൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം വ്യക്തമായിട്ട് എഴുതുന്നുണ്ട് ഈ മൗദൂദിയുടെ ഹാക്കിമിയത്തുള്ള സിദ്ധാന്തമാണ് ലോകത്തെ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് ഒരു ദാർശനിക അടിത്തറ ഉണ്ടാക്കി കൊടുത്തത്. മറ്റേ ഭീകരവാദ പ്രസ്ഥാനം ഉണ്ടാവുന്ന നാട്ടിലെ കുഴപ്പം, ഭരണാധികാരിക്കെതിരെയുള്ള വിപ്ലവം, കലാപം, റിബൽ പാർട്ടികളാണ് ഭീകര പ്രസ്ഥാനങ്ങൾ. അവിടെ നിന്നൊക്കെ മാറിയിട്ടൊരു ഐഡിയോളജിക്കൽ ഭീകരവാദ പ്രസ്ഥാനങ്ങളെ രൂപപ്പെടുത്താനുള്ള ദാർശനിക അടിത്തറ സ്വീകരിച്ചത് മൗദൂദിയുടെ ഹാക്കിമിയത്തുള്ള സിദ്ധാന്തത്തിന്. ജമാഅത്തായിരിക്കും ഞങ്ങൾ ജമാഅത്താർ ആരെങ്കിലും ബോംബിട്ടിട്ടുണ്ടോ, ഞങ്ങൾ ഭീകരവാദ പ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ, ഞങ്ങൾ തീവ്രവാദികളായിട്ടുണ്ടോ, അതിനുള്ള കെൽപ്പ് അവർക്ക് ഇല്ല എന്നുള്ളത് അവരറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ വക റിബൽ പാർട്ടികൾ, ലോകത്തുള്ള റിബൽ പാർട്ടികൾ അവരുടെ ഐഡിയോളജിക്കൽ പിന്നെ ബേസ് ഉണ്ടാക്കിയത് മൗദൂദിൻ്റെ ഈ ഹാക്കിമിയത്തുള്ള സിദ്ധാന്തം വെച്ചിട്ടാണ്. അപ്പോൾ ആ സാധനമാണ് കേരളത്തിൽ രണ്ടാമതും ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ പറഞ്ഞ അഹിമാരുടെ വായിൽ നിന്ന് ചർച്ച ചെയ്യുന്നത്. അഹിമാർ ഞങ്ങൾ ജനാധിപത്യം കുഫറാണെന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല. അവരുടെ പദപ്രയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാത്ത പോയി മനാത്ത വന്നു എന്ന് മൗദൂദി പറഞ്ഞത് ശരിയാണ്. അപ്പോൾ അവിടാണ് വിഷയം. ലാത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന് പുറമുള്ള ഒരു കള്ള ദൈവമാണ്. അല്ലാതെ ഇസ്ലാമിൻ്റെ ഭരണവ്യവസ്ഥയും ജനാധിപത്യത്തിൻ്റെ ഭരണവ്യവസ്ഥയും തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ ഇസ്ലാം പാപമായി കാണുന്നത് ജനാധിപത്യം ഹ്യൂമൻ റൈറ്റ്സ് ആയിട്ട് കാണുന്നു. അപ്പോൾ ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പറയാൻ ഇവിടെ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. കാരണം ഇവിടുത്തെ ഹിന്ദുവിൻ്റെ പിന്നെ സനാതനധർമ്മവും ജനാധിപത്യവും വെച്ച് നോക്കുമ്പോൾ സനാതനധർമ്മത്തിനെതിരെ ഏതിലുണ്ട്? ജനാധിപത്യത്തിലുണ്ട്. അപ്പോൾ ഹിന്ദുവിന് അതെന്തായിരിക്കും? കുഫറായിരിക്കും. ഇവിടുത്തെ ബൈബിൾ എടുത്ത് വെച്ച് നോക്കുമ്പോൾ ബൈബിളിൻ്റെ ഒരു ദർശനത്തിനും ജനാധിപത്യത്തിൻ്റെ ദർശനത്തിനും ഓപ്പോസിറ്റ് നിൽക്കുന്ന കാര്യം ഉണ്ടാവും. ഞാൻ ഈ പറഞ്ഞ തന്നെ ഒറ്റ എക്സാമ്പിൾ എടുത്തോ, സ്വവർഗാനുരാഗം ജനാധിപത്യത്തിൽ ഹ്യൂമൻ റൈറ്റ്സ് ആണ്, ബൈബിളിൽ പാപാണ്. ജനാധിപത്യത്തിൽ ഹ്യൂമൻ റൈറ്റ്സ് ആണ്, ഹൈന്ദവ സനാതനധർമ്മത്തിൽ പാപാണ്. ജനാധിപത്യത്തിൽ ഹ്യൂമൻ റൈറ്റ്സ് ആണ്, ഖുർആൻ സുന്നത്ത് നോക്കുമ്പോൾ പാപാണ്. ഈ ഒരു എന്താ പറയുക വൈരുദ്ധ്യം ഉണ്ടല്ലോ. ഈ വൈരുദ്ധ്യം എല്ലാം മൗദൂദി ചർച്ച ചെയ്തത്. ഈ വൈരുദ്ധ്യം ഒരു പ്രശ്നമില്ല. ഈ വൈരുദ്ധ്യം കൊണ്ട് ഒരു പ്രശ്നമില്ല. ഇപ്പോൾ നമ്മൾ ഇത്ര കാലമായാലും ഇന്ത്യയിൽ ജീവിക്കുന്നത്, ഇപ്പോൾ 10-45 കൊല്ലമായി ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട്, ഇന്ന് വരെ എനിക്ക് ഈ വൈരുദ്ധ്യം കൊണ്ട് ഏത് സ്വീകരിക്കണം, പാപടെന്നുള്ള ഇസ്ലാമിൻ്റെ സ്വീകരിക്കണോ, ഹ്യൂമൻ റൈറ്റ്സ് ആണെന്നുള്ള ഇന്ത്യൻ്റെ സ്വീകരിക്കണം എന്ന് വെച്ചിട്ട് ഒരു കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല. ആ കൺഫ്യൂഷൻ ജനാധിപത്യം ഉണ്ടാക്കണില്ല. അതാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ മഹത്തരം. ഇന്ത്യ ജനാധിപത്യത്തിന് മഹത്തരം അതാണ്. ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കൂല അവർ. അപ്പോൾ ഇവിടാണ് ഇവരുടെ ചർച്ചകൾ വരുന്നത്. ഇതിനെ പ്രതിരോധിച്ചിട്ടില്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാവും എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഇതിനോട് പ്രത്യേകിച്ച് വിരോധം തോന്നിയിട്ട് കാര്യമില്ല. ഇപ്പോൾ നമുക്കെതിരെ ഭയങ്കര ശക്തിയായിട്ട് പറഞ്ഞിടക്കാണ് അവർ ഒന്ന് ജമാഅത്താരുടെ ഭാഗത്തു നിന്നാണ് ഈ സാഹചര്യത്തിലാണോ ഞങ്ങൾക്കെതിരെ പറയാൻ നിൽക്കണേ. ഏത് സാഹചര്യത്തിൽ ഇവർ അംഗീകരിച്ചിട്ടില്ല എന്നാൽ ഇവർ നോട്ട് ചെയ്ത് തരട്ടെ, എത്രാം തീയതി തൊട്ട് പറയാം. ഇത് എനിക്ക് എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് ഞാനൊരു 10-25 കൊല്ലമായി ഈ വിഷയത്തിൽ അന്നിട്ട് ഞാൻ കേൾക്കണേന് ഓരോ ജമാഅത്താരുടെ വായിൽ നിന്നും ഇപ്പോഴാണോ ഇത് പറയുക? 25 കൊല്ലമായി എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ. അപ്പോൾ നമ്മളെ ആൾക്കാർ ഇങ്ങനെ ഇപ്പം പറയണം ഇപ്പോഴല്ലാണ്ട് എപ്പോഴും പറയണം. അതേപോലെ തന്നെ ഈ അഹിമാർക്കെതിരെയുള്ളതും അവരും ഇത് ഏറ്റെടുക്കുകയാണല്ലോ. അപ്പോൾ അവർക്കെതിരെയും പറഞ്ഞിട്ട് അവരെ ബോധവൽക്കരിക്കണം. ഇപ്പോൾ ചെറിയ ചാഞ്ചാട്ടൊക്കെ വന്നിട്ടുണ്ട് എഴുത്തുകളിലൂടെ ഒക്കെ. ഹാക്കിമിയത്ത് മൗദൂദിൽ ഹാക്കിമിയത്തൊന്നും എടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്ന് ക്ലിയർ ആക്കണം. മൗദൂദിൽ ഹാക്കിമിയത്ത് തെറ്റാണെന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. സഹോദരങ്ങളെ, നമ്മൾ സംസാരിച്ച വിഷയങ്ങളിൽ ഉള്ള റെഫറൻസ് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചോദിച്ചാൽ നമ്മളത് തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ കമൻറ്റ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ നസീഹത്തോടു കൂടിയും അതുപോലെ തന്നെ പഠിക്കാനും ഒക്കെ ആയിട്ട് അതിനുള്ള സമയം കണ്ടെത്തിയാൽ നമുക്കിതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകളും കാര്യങ്ങളിലേക്കും പോകാം. ഇത്തരം പുതിയ ചിന്താഗതികൾ അല്ലെങ്കിൽ പഴയ ചിന്താഗതികളെ തന്നെ പുതിയ കുപ്പിയിൽ അവതരിപ്പിക്കുന്ന ഈ സംഭവങ്ങളെ അത് തിരിച്ചറിയാനും അതിനെതിരെ വേണ്ട ജാഗ്രത പാലിക്കാനും നമുക്ക് കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.